നമസ്കാരം. സീസണിലെല്ലാം വിമാന ടിക്കറ്റ് വളരെ കൂടുതലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഡിസംബറിലെ ഉത്സവ സീസണും ഡിമാൻഡും പ്രമാണിച്ചു കൂടിയ വിമാന നിരക്കുകൾ കുറഞ്ഞിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം. മിഡിൽ ഈസ്റ്റിലെ പ്രധാന റൂട്ടായ UAE ഇന്ത്യ റൂട്ടുകളിലാണ് ടിക്കറ്റ് നിരക്കിൽ വലിയ കുറവ് വന്നിരിക്കുന്നത്. ഇക്കോണമി ക്ലാസ്സിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് 1000 ദിർഹമോ അതിൽ താഴെയോ ആയിട്ടുണ്ട്. തൽക്കാലത്തേക്ക് ഈ റൂട്ടിലെ പ്രവാസി യാത്രക്കാർക്ക് ഇതൊരു ആശ്വാസമായിരിക്കും. ഈ വർഷം ജനുവരി മുതൽ ഏപ്രിൽ പകുതി വരെ നീളുന്ന ഓഫ് പീക്ക് സീസണിൽ ഇത് സാധാരണമാണ്. എന്നാൽ ടയർ 2 നഗരങ്ങളിലേക്കുള്ള നിരക്ക് താരതമ്യേന കൂടുതലാണ്. ജയ്പൂരിൽ ടിക്കറ്റിന് 1128 ദിർഹം നൽകണം. വാരണാസിയിൽ 1755 ദിർഹം, ഇൻഡോറിലാണെങ്കിൽ 1235 ദിർഹം. ഇങ്ങനെയാണ് നിരക്കുകൾ. ഈ സ്ഥലങ്ങളിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് 1000 ദിർഹത്തിൽ കവിയുന്നുണ്ട്. ഇനി മുംബൈയിലാണെങ്കിൽ 753 ദിർഹം, ഡൽഹിയിലാണെങ്കിൽ 900 ദിർഹം നൽകണം ടിക്കറ്റിന്. ഈ നഗരങ്ങളിലേക്കുള്ള നിരക്ക് ജനുവരി പകുതി മുതൽ ഫെബ്രുവരി ആദ്യം വരെയുള്ള യാത്രകൾക്ക് 1000 ദിർഹത്തിൽ താഴെയായിരിക്കുമെന്നാണ് വിവരം. ഓഫ് സീസണിൽ ഡിമാൻഡ് കുറവാണെങ്കിലും ചെറിയ നഗരങ്ങളിലേക്കുള്ള യാത്രക്കാർക്ക് അവരുടെ യാത്രയ്ക്കായി ഒരു അവധി തുക നീക്കി വെക്കേണ്ടി വരുമെന്നാണ് ട്രാവൽ ഏജൻസികൾ പറയുന്നത്. വരാനിരിക്കുന്ന വാരാന്ത്യത്തിൽ അല്ലെങ്കിൽ ജനുവരി 24 മുതൽ 28 വരെ ഇന്ത്യയിലേക്ക് പെട്ടെന്നൊരു യാത്ര നടത്താൻ ആഗ്രഹിക്കുന്ന യാത്രക്കാർക്ക് അവസാന നിമിഷം പോലും മുംബൈയിലേക്ക് 850 ദിർഹവും കൊച്ചിയിലേക്കാണെങ്കിൽ 1125 ദിർഹവും ടിക്കറ്റിനായി നൽകേണ്ടി വരുമെന്നാണ് റിപ്പോർട്ടുകൾ. ഡിസംബറിൽ ഈ ലക്ഷ്യസ്ഥാനങ്ങളിലേക്കുള്ള യാത്രാ നിരക്ക് 2500 ദിർഹത്തിന് മുകളിലായിരുന്നു. അതിനാൽ തന്നെ നിരക്കിലെ ഈ ഇടിവ് പ്രവാസി യാത്രക്കാർക്ക് വലിയ ആശ്വാസമായിരിക്കുമെന്നാണ് കരുതുന്നത്. ഡൽഹി, മുംബൈ, ബാംഗ്ലൂർ എന്നിവയുൾപ്പെടുന്ന ഇന്ത്യയിലെ പ്രധാന മെട്രോ നഗരങ്ങളിലേക്കുള്ള ഏറ്റവും താങ്ങാവുന്ന ഇക്കോണമി നിരക്കുകൾ 1000 ദിർഹത്തിന് താഴെയാണെന്നാണ് വിവരം. കുറഞ്ഞ നിരക്കുകൾ പ്രയോജനപ്പെടുത്തുന്നതിന് ഫെബ്രുവരി മാർച്ച് യാത്രയ്ക്കുള്ള ടിക്കറ്റുകൾ ഉടനടി ബുക്ക് ചെയ്യുന്നതും നല്ലതായിരിക്കും. മുംബൈയിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് ഫെബ്രുവരി അവസാനത്തിലും മാർച്ച് മാസത്തിലും 813 ദിർഹമായി കുറയും. ഈ നിരക്കുകൾ ഏപ്രിൽ ആദ്യം വരെ തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കുറഞ്ഞ ഫ്ലൈറ്റ് ഫ്രീക്വൻസികൾ കാരണമാണ് ടയർ 2 നഗരങ്ങളിൽ നിരക്ക് കൂടുന്നത്. എയർ ഇന്ത്യ ഉൾപ്പെടെ ഇന്ത്യയിലെ മിക്കവാറും എല്ലാ ചെറിയ നഗരങ്ങളിലേക്കും ഫുൾ സർവീസ് എയർലൈനുകൾ നടത്തുന്നില്ല. 2022 എയർലൈൻ സർവീസ് നിർത്തിയിട്ടുണ്ട്. എയർ ഇന്ത്യ എക്സ്പ്രസ്, ഇൻഡിഗോ, സ്പേസ് ജെറ്റ് തുടങ്ങിയ ബഡ്ജറ്റ് കാരിയറുകൾ മാത്രമാണ് ചെറിയ നഗരങ്ങളിൽ പ്രവർത്തിക്കുന്നത്. കൊൽക്കത്ത, നാഗ്പൂർ, ജയ്പൂർ, ഗോവ എന്നിവയ്ക്കാണ് ഈ സമയത്ത് നിരക്ക് കൂടുതലാകുന്ന മറ്റ് നഗരങ്ങൾ. അതേസമയം തിരക്കേറിയ മിക്ക ദക്ഷിണേന്ത്യൻ ലക്ഷ്യസ്ഥാനങ്ങളിലേക്കും നിരക്ക് 1000 ദിർഹത്തിന് മുകളിലും 1500 ദിർഹത്തിന് താഴെയുമാണ്. കൊച്ചിയിലാണെങ്കിൽ 1125 ദിർഹവും, മംഗലാപുരം 1380 ദിർഹവും, ചെന്നൈ 1086 ദിർഹവും, ബാംഗ്ലൂർ 1158 ദിർഹവും എന്നിങ്ങനെയാണ് നിരക്കുകൾ. എന്നാലും ഈ നിരക്കുകൾ 2024 ഡിസംബറിലെ നിരക്കുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കുറവാണെന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.